ചിങ്കം സാറേ, നിങ്ങളുടെ ആ നല്ല കൈകൾ കൊണ്ട് തന്തൂരി ചിക്കന് തീ കൊടുത്ത് മോട്ടു പട്ലു ധാബ ഉദ്ഘാടനം ചെയ്യണം. ചിങ്കം സാറേ, ഇതാ പിടിച്ച തീപ്പെട്ടി. എന്റെ അമ്മോ, ഇതെന്താ ശരിക്ക് കത്തുന്നില്ല? ഒരു മിനിറ്റ് സാറേ. എന്റെ അമ്മോ, സോറി സാറേ. എന്റെ അമ്മോ, ഞാനിനെ തെറ്റിയത്. ഞാൻ എന്തിനപ്പം ഇങ്ങോട്ട് വന്നത്? ഒന്ന് സുഹൃത്തുക്കളെ, നിങ്ങളെ ഞാനിപ്പോ വെറുതെ വിടില്ല. ഏയ്, ആരെങ്കിലും വരുന്നത് വരെ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ഓഹോ, അതിനെന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നത്? എനിക്കൊരു തന്തൂരി ചിക്കൻ വേണം പെട്ടെന്ന്. Yes, sir. എവിടെയാ പോകുന്നത്? നോക്കി നിൽക്കാതെ വേഗം പിടിക്കാതിനെ, പിടിക്കേ. ഇനി നിങ്ങളെ രക്ഷപ്പെടുന്നു നോക്കട്ടെ. നീ എന്റെ വേട്ടയാണ്. വരൂ മോനെ, വാ, ഒരൊറ്റ തവണ വാ. നിന്നെ മസാലയൊക്കെ ചേർത്ത് ഞാനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. തിന്നെ നിനക്ക് തന്നെ കൊതിയാവും. ഞാൻ തന്തൂരി ചിക്കനാ ചോദിച്ചത്, ജീവനുള്ള കോഴിയല്ല. വരൂ വരൂ, നിങ്ങൾക്കെല്ലാം മോട്ടു പത്ലുവിന്റെ ധാബയിലേക്ക് സ്വാഗതം. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടുന്നതായിരിക്കും. പറഞ്ഞോളൂ, എന്താ കഴിക്കുന്നത്? ആലു മട്ടർ, മട്ടർ മലായി, ആലു മെത്തി, ആലു ഗോബി, മട്ടർ പനീർ, പനീർ കുർമ, ചിക്കൻ തന്തൂരി, മട്ടൻ ഗോബിയാസി, ഫ്രൈ ദാൽ, മക്കാലി ദുമാലി റോട്ടി, നാൻ, സാദാ ചോറ്, മട്ടർ ബട്ടർ, മട്ടർ മലായി, ആലു ഗോബി, മട്ടർ പനീർ, പിന്നെ ജീരകം ചോറ്, വെജ് ബിരിയാണിയും പിന്നെ മീൻ. നിർത്ത്. ദിവസം മുഴുവൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കോ അത് ഓർഡർ എടുക്കോ? പെട്ടെന്ന് തന്നെ ഒരു റുമാൽ റൊട്ടിയും മട്ടർ പനീറും കൊണ്ടുവാ. ഇപ്പൊ കൊണ്ടുവരാം മേഡം. നിങ്ങൾ ഇത് എങ്ങോട്ടാ പോകുന്നേ? റൊട്ടി ഇപ്പൊ കഴിക്കാൻ വേണ്ടിയാ ചോദിച്ചത്, അല്ലാതെ ഹോം ഡെലിവറി അല്ല. ആരെങ്കിലും നിർത്ത്, അവനെ നിർത്ത്. ഒന്ന് നിൽക്കൂ. ഇപ്പളാ ഒരു രസമൊക്കെ വന്നത്. പകലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും, രാത്രിയിൽ മൊത്തം മോഷ്ടിക്കും. എപ്പോഴൊക്കെ വിശപ്പ് വന്നാലും ഇവിടെ വന്ന് ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിക്കും. കൊള്ളാം ബോത്ത്, എന്തു നല്ല കവിതയാ പറഞ്ഞേ. കവിതയുടെ പോലെ കവിതയുടെ കാര്യമൊക്കെ വിട്ട് നീ ആ ദാമേ പോയി ഇരിക്കാൻ നോക്ക്. തടിയ വെയിറ്റർ, ഇവിടെ വരൂ. ആരെയാടാ വിളിച്ചത്? ഇനി ഒരിക്കൽ കൂടെ വിളിച്ചാലേ ഇടിച്ചെന്റെ മോന്തയുടെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. അങ്ങോട്ട് നോക്ക്. ഒരിക്കലും മറക്കരുത്, അതിഥി ദൈവത്തിന് തുല്യമാണെന്ന്. അതുകൊണ്ട് നീ ദൈവത്തിനോട് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കണം, മനസ്സിലായോ?
പെട്ടെന്ന് ചിക്കൻ ടിക്ക മസാലയും ഞാനും എടുത്തോണ്ട് വരൂ. വേഗം വേണം, വേഗം. എനിക്ക് സമയമില്ല. എടുത്തോണ്ട് വാ. ഇതിനകത്തിടാൻ പോകുന്ന ചിക്കൻ മസാലയുടെ രുചി ഇവൻ ജീവിതകാലത്ത് ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. ജോൺ സാർ, നിങ്ങൾക്ക് മോട്ടുവിനെ കുറിച്ച് അറിയില്ലേ? അവൻ വലിയ ദേഷ്യക്കാരനാ. നിങ്ങൾ വേഗം ഈ ഭക്ഷണം കഴിച്ചിട്ട് ഇവിടുന്ന് പോവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭക്ഷണത്തിന്റെ കാശ് തരേണ്ടി വരില്ല. എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ, പെട്ടെന്ന് കേറ്റാൻ നോക്കണേ. എനിക്കൊരു തന്തൂരി റൊട്ടിയും ഡാൽ ഫ്രൈയും വേണം പെട്ടെന്ന്. ആ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യാമോ? ഇപ്പൊ കൊണ്ടുവരാ സാറേ. മോട്ടു, സാറിന് കുടിക്കാൻ വെള്ളം കൊടുക്ക്, എന്നിട്ട് അവിടെ നിന്ന് അടിച്ച് വൃത്തിയാക്ക്. ഓക്കെ ബോസ്. ഓ, നിങ്ങൾ എന്തായി ചെയ്തേ? എന്നെ എന്തിനാ തല്ലിയേ? പൊളിച്ചെടുത്തല്ലോ. ടേബിൾ അടിച്ച് വൃത്തിയാക്കാനാ പറഞ്ഞത്, അല്ലാതെ കസ്റ്റമറിനെ അല്ല. മനസ്സിലായോ? സോറി 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 സാർ, വെരി സോറി. അറിയാതെ പറ്റിപ്പോയതാ. നിങ്ങൾ ഇരിക്കൂ. റോട്ടി ഉണ്ടാക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം കേട്ടോ. എന്നാ പിടിച്ചോ. ഇതും കൂടി ഇരിക്കട്ടെ സാറേ. ഇത് പിടിച്ചോ. അനിയാ, കഴിക്കാൻ വല്ലതും ഉണ്ടോടാ? വിശന്നിട്ട് കണ്ണു കാണാൻ മേല. എന്റെ പഞ്ചാബി ചേട്ടാ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്പെഷ്യൽ ഡാൽ തന്നെ ഉണ്ടാക്കി തരാം. ആ ഹാൻഡ് ടവലിൽ കുറച്ച് സ്പ്രേ അടിച്ചു നോക്കാം. എല്ലാവർക്കും സന്തോഷമാവും. ഇതെടുത്തോ സാറേ. എന്റെ മുഖം എന്തിനാണ് അങ്ങനെ കരിച്ചു കളഞ്ഞത്? നിന്നെ ഇതിന് ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. അവിടെ ഇരുന്നോ. അടിഭാഗം ചൂട് പിടിച്ചെങ്കിലേ നീയൊക്കെ പാഠം പഠിക്കുള്ളൂ. ഉണ്ടാതെ അവിടെ ഇരുന്നോണം. ഞാൻ എഴുതേക്കില്ല, ഞാൻ എഴുതേക്കില്ല. താങ്ക് യു. എനിക്ക് അടുപ്പിൽ ഇരിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ മമ്മി. അനിയ, നീ പറഞ്ഞത് ശരിയാ. എന്നെ കണ്ടിട്ട് നല്ലവനാന്ന് തോന്നുന്നു. സാറിനോട് ഞാൻ നന്ദി പറയുന്നു. എന്നെ നിങ്ങൾ ഉപദ്രവിച്ചില്ലല്ലോ മമ്മി. അടിപിടിയുടെ കാര്യമാണെങ്കിൽ ഒരു തുല്യതയൊക്കെ വേണ്ടേ? എടാ ഉണക്കപ്പുള്ളി, ഈ റോഡ് പിടിക്കേ, എന്നിട്ട് തുടങ്ങിക്കോ. താങ്ക് യു സാറേ. ഒരു മിനിറ്റ് പഞ്ചാബി ചേട്ടാ, ഒരു മിനിറ്റ്. ഞങ്ങൾ തന്നെ എല്ലാം ചെയ്തോളാം. എങ്കിൽ ശരി, ഞാൻ ഇറങ്ങട്ടെ. നല്ല തമാശയായിരുന്നു. നേരം പോണെന്ന് തോന്നുമ്പോഴൊക്കെ ഇങ്ങോട്ട് കേറി വരാം. എന്നാ നമുക്ക് പോകാം. ഓടിച്ചെടുത്തല്ലോ.